കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പാളാണ് ഉത്തരവാദിയെന്ന് ആവർത്തിച്ച സർക്കാർ കുട്ടികളെ പൂർണ്ണമായും ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ് ദുരന്തത്തിന് കാരണം. സംഭവിച്ചത് സംവിധാനങ്ങളുടെ പരാജയമാണെന്നും ഹൈക്കോടതി വിമർശിച്ചു. രേഷ്മ ബാബുവിന്റെ വിശദാംശങ്ങളുമായി. രേഷ്മ, ഈ ഘട്ടത്തിലും സർക്കാർ പ്രിൻസിപ്പാളിന്റെ മേൽ പഴിചാരുന്ന ഒരു സാഹചര്യം ഹൈക്കോടതിയിലും ഉണ്ടായിട്ടുണ്ടോ? വിഷ്ണു, 4 പേരുടെ മരണത്തിനിടയാക്കിയ കുസാറ്റ് ദുരന്തത്തിന്റെ ഉത്തരവാദി മുൻ പ്രിൻസിപ്പാളാണ് എന്നുള്ള ഒരു കാര്യമാണ് സർക്കാർ എന്ന നിലപാടെന്നുള്ള രീതിയിൽ വീണ്ടും ഹൈക്കോടതിയിൽ ആവർത്തിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. കുട്ടികളെ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ദുരന്തത്തിന് കാരണമായെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് സംഭവിച്ചതൊക്കെ തന്നെ സംവിധാനങ്ങളുടെ പരാജയമാണ്, ആരെയും പഴിചാരാനാകില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഹർജിക്കാരനായിട്ടുള്ള കേസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് മുൻ പ്രിൻസിപ്പൽ മാത്രമല്ല, രജിസ്ട്രാറും വൈസ് ചാൻസലറും ഒക്കെ തന്നെ സർവകലാശാല അധികൃതരും ഒക്കെ തന്നെ ഉത്തരവാദിയാണ്. കൂടാതെ ഈ പോലീസ് സംരക്ഷണം വേണമെന്ന് നേരത്തെ മുൻ പ്രിൻസിപ്പൽ കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. രജിസ്ട്രാർക്കായിരുന്നു ഈ കത്ത് നൽകിയത് എന്നും KSU സംസ്ഥാന അധ്യക്ഷൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മുൻ പ്രിൻസിപ്പൽ രജിസ്ട്രാർക്ക് നൽകിയ കത്തിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് അറിയിക്കാൻ സർവകലാശാലയോട് നിലവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. സത്യവാങ്മൂലം എന്നുള്ള രീതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ സമഗ്രമായി വേണമെന്നുള്ളതാണ് ഹർജിക്കാരനായിട്ടുള്ള KSU സംസ്ഥാന അധ്യക്ഷന്റെ ആവശ്യം. എന്തായാലും ആരുടെയും മേൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ മേൽ പഴിചാരാനാകില്ല എന്നുള്ള ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. പക്ഷേ മുൻ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും പാകപ്പിഴവുകൾ ഉണ്ടായി. ഒപ്പം തന്നെ പ്രിൻസിപ്പളാണ് പൂർണ്ണമായിട്ടും ഉത്തരവാദി എന്നുള്ളതാണ് സർവകലാശാല ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർക്ക് മുൻ പ്രിൻസിപ്പൽ നൽകിയിട്ടുള്ള കത്ത്, അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് സർവകലാശാല പിന്നീട് അറിയിക്കണം. അടുത്ത തവണ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ സത്യാമൂലത്തിലൂടെ മറുപടി സർവകലാശാല ഹൈക്കോടതിയെ അറിയിക്കേണ്ടത്. വിഷ്ണു. രേഷ്മ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഈ വിഷയത്തിലെ ഈ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ സംവിധാനങ്ങളുടെ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഇതിൽ സർക്കാർ ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്? വിഷ്ണു, നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ സംഘാടക സമിതി അല്ലെങ്കിൽ അത്തരത്തിൽ സംഘാടനത്തിൽ ഒരു പാകപ്പിഴവ് ഉണ്ടായി എന്ന് തന്നെ വ്യക്തമായിട്ട് വിലയിരുത്താമെന്ന്. പക്ഷേ കുട്ടികളുടെ മേലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മേലോ പഴിചാരിയിട്ട് കാര്യമില്ല. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികളാണ് കൈക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള ദീപകുമാർ സാഹുവിന് മേൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് കൈകഴുകാനുള്ള ഒരു ശ്രമമാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സർക്കാർ ഇതും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും രജിസ്ട്രാർക്ക് നേരത്തെ ദീപകുമാർ സാഹു ഈ സുരക്ഷ ആവശ്യപ്പെട്ട് നൽകിയ ഒരു കത്തുണ്ട്. ആ കത്തിന്മേൽ നടപടി സർവകലാശാല സ്വീകരിച്ചില്ല എങ്കിൽ അത് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറും. പ്രത്യേകിച്ച് സർവകലാശാല രജിസ്ട്രാർക്ക് പ്രിൻസിപ്പൽ നൽകിയ കത്ത് അത് ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് അതിന്മേൽ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം സർവകലാശാലയ്ക്കുണ്ട്. പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. അത് ആ മറുപടി കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഇനി വ്യക്തമാക്കുകയുള്ളൂ. എന്തായാലും സർക്കാരിന്റെ നിലപാട് ദീപകുമാർ സാഹുവിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദീപകുമാർ സാഹുവിനെതിരെ അടക്കം കേസ് എടുത്തിട്ടുണ്ട് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു. പ്രിൻസിപ്പലിന്റെ മേൽ മുഴുവൻ കുറ്റവും ചുമത്തി തടിയൂരാനുള്ളൊരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിഷയത്തിൽ ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പാളാണ് ഉത്തരവാദിയെന്ന് ആവർത്തിച്ച് സർക്കാർ കുട്ടികളെ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് ദുരന്തത്തിന് കാരണം. സംഭവിച്ചത് സംവിധാനങ്ങളുടെ പരാജയമാണെന്ന് ഹൈക്കോടതിയും വിമർശിച്ചിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.